പെൺകുട്ടി അവരുടെ വിവാഹത്തെ അംഗീകരിച്ചത് കൊണ്ട് തന്നെ യുവാവ് തന്റെ വീട്ടിലുള്ള ഒരു ഡിന്നർ പാർട്ടിയിൽ അവളെ പരിചയപ്പെടുത്താനായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവരിരുവരെയും ഒരുമിച്ച് കണ്ട വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം അത്ഭുതപ്പെടുന്നു. യുവാവ് വളരെ സന്തോഷത്തോടെ തന്നെ അവളുടെ കൈകൾ കോർത്തു പിടിച്ച് മോതിരം മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, ഇവൾ എന്റെ ഭാര്യയാണെന്ന്. യുവാവിന്റെ മൂത്ത സഹോദരനാവട്ടെ ഈ സമയത്ത് അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് തന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ വിവാഹം കഴിച്ചതെന്ന്. യുവാവട്ടെ തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി മറ്റൊരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞു, താൻ ആരെ വിവാഹം കഴിച്ചാലും അത് അയാളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പെൺകുട്ടിയുമായി പോകാൻ ശ്രമിക്കുന്നു. അവന്റെ മറുപടി കേട്ട് പെൺകുട്ടിക്കും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ അവർ നടന്നു പോകുന്നു. ഈ സമയത്ത് യുവാവിന്റെ സഹോദരനാവട്ടെ ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. പക്ഷേ നെഞ്ചുവേദന വരാൻ തക്കെയുള്ള ഒരു കാരണവും അയാൾക്കുണ്ടായിരുന്നില്ല. യുവാവ് തന്റെ മുറിയിലേക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്ത് മൂത്ത സഹോദരനാവട്ടെ തന്റെ മുറിയിലിരുന്ന ഒരു ഫോട്ടോ നോക്കുന്നതായി യുവാവ് കാണുന്നുണ്ട്. അവൻ വളരെയധികം ആകാംക്ഷയോടെ തന്നെ എന്താണ് അയാൾ നോക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് യുവാവ് കാണുന്നത് അത് തന്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ അവന്റെ സഹോദരന്റെയും ചിത്രം ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആയിരുന്നുവെന്ന്. ഇത് കണ്ട് അവനാവട്ടെ സഹോദരൻ ചിലപ്പോൾ ഓർമ്മകൾ വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട് ഓർത്ത് പേടിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ ആ ഫോട്ടോ അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് പെൺകുട്ടിയുടെ ഫോട്ടോ മാത്രം വെട്ടിയെടുക്കുന്നു. അതിനുശേഷം യുവാവ് അയാളോട് പറയുന്നുണ്ട്, എക്സ് ഗേൾഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാളുടെ പക്കൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് അയാളുടെ ഭാര്യയ്ക്ക് വിഷമമാവുമെന്ന്. യുവാവ് മുറിവിട്ട് പോയ ഉടനെ തന്നെ അയാൾ തന്റെ ലാപ്ടോപ്പ് എടുത്ത് പെൺകുട്ടിയുടെ ഡാൻസിന്റെ വീഡിയോ കാണാൻ ശ്രമിക്കുന്നു. പെൺകുട്ടിയുടെ മനോഹരമായ നൃത്തച്ചുവടുകൾ കണ്ട മൂത്ത സഹോദരനാവട്ടെ അവളുമൊത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ അവ്യക്തമായി ഓർത്തെടുക്കുന്നുണ്ട്.